बिहारे जय गोपी जन वल्लभा गिवरधारी यशोदनंदन व्रज जन रंजन यशोदनंदन व्रज जन रंजन यमुना तीरावनचारि जय राधा माधवा कुंज बिहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय प्रभुपदाय जय प्रभुपदाय जय प्रभुपदाय जय प्रभुपद निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी मुखं करोति वाचालं पङ्गुं लङ्घयते गिरि यत्कृपा अहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं एवं तत्सत्। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം 10-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം. ശ്ലോകം ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം. അതിനുശേഷം എല്ലാവരും അവനവനായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അവർക്ക് മൈക്ക് ഓപ്പൺ ചെയ്തല്ല ചെയ്യാണ്ട്. निशम्य भीष्मोक्तमताच्युतोक्तं प्रवृत्तविज्ञानविदूतविभ्रमा शशाशगम् इन्द्रवाचिताश्रया परिद्यपन्तम् अनुजानुवर्तिता. Maharaja Yudhishthir, after being enlightened by what was spoken by Bhishma Deva and Lord Sri Krishna, infallible, engaged himself in matters of perfect knowledge because all his misgivings were eradicated. Thus he ruled over the earth and seas and was followed by his younger brothers. Hare Krishna. Repeat without opening the mic. Nishamya Bhishmoktamatachutoktam प्रवृत्त विज्ञान विदूत विभ्रमा शशाशगम इंद्र इवाचिताश्रया परुद्यपन्तम् അനുജാനുവർത്തിത. കൃഷ്ണ. നമുക്ക് ഓരോ വാക്കിന്റെയും ശബ്ദങ്ങളുടെ ശബ്ദാർത്ഥം നോക്കാം. നിശമ്യ, ആഫ്റ്റർ ലിസണിങ്. ഭീഷ്മ ഉക്തം, what was spoken by Bhishma Deva. Atha, as also. Achyutoktam, what was spoken by infallible Lord Krishna. Pravritta, being engaged in. Vijnana, perfect knowledge. Vidudha, completely washed. Vibhrama, all misgivings. Sasasa, ruled over. Gam, the earth. Indra, the king of heavenly planets. Iva, like Achita Ashraya, protected by the invincible Lord. Paridhi, Upantam, including the seas. Anuja, the younger brothers. Anuvartita, being followed by them. Hare Krishna.
പർപ്പോട്ട് ബൈ ശില പ്രഭുപാദ്. ആരെങ്കിലും ഭാവാർത്ഥം മലയാളത്തിൽ വായിക്കുമോ? വായിച്ചോളൂ ആരെങ്കിലും. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. ഭീഷ്മദേവന്റെയും അപ്രമാദഗതിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെയും വാക്കുകളാൽ മഹാരാജാവ് യുധിഷ്ഠിരൻ പ്രബുദ്ധനായ ശേഷം പരിപൂർണ ജ്ഞാനത്തെ സംബന്ധിച്ച വിഷയങ്ങളിൽ സ്വയം നിയുക്തനായി. തന്നിമിത്തം അദ്ദേഹത്തിന്റെ സർവ ആശങ്കകളും ദൂരീകരിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം തന്റെ സോദരരോടൊത്ത് ഭൂമിയും സമുദ്രവുമെല്ലാം ഭരിച്ചു. ഭാവാർത്ഥം: മഹാരാജാവ് യുധിഷ്ഠിരൻ ഭൂമിയും സാഗരങ്ങളും ഒക്കെ ഭരിക്കുന്ന ആ കാലഘട്ടത്ത് ആധുനിക ഇംഗ്ലീഷ് നിയമമായ അഗ്രജത്വം അഥവാ ആദ്യ ശിശുവഴിക്കുള്ള ക്രമ നിയമം പ്രചാരത്തിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഹസ്തിനപുരത്തെ രാജാക്കന്മാർ മഹാരാജാവ് യുധിഷ്ഠിരൻ മുതൽ മഹാരാജാവ് പരീക്ഷിത്ത് വരെയുള്ളവർ സാഗരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയായിരുന്നു. ഇന്ന് ഹസ്തിനപുരം ന്യൂഡൽഹിയുടെ ഭാഗമാകുന്നു. മഹാരാജാവ് യുധിഷ്ഠിരന്റെ അനുജന്മാർ അദ്ദേഹത്തിന്റെ മന്ത്രിമാരും രാജ്യത്തിലെ സേനാപതിമാരുമായി വർത്തിച്ചിരുന്നു. പരിപൂർണ ധർമ്മിഷ്ഠരായ രാജാവിന്റെ ഭ്രാതാക്കൾ തമ്മിൽ പൂർണ്ണ സഹകരണവും ഉണ്ടായിരുന്നു. ഭൂമി ഭരിക്കാൻ നിയുക്തനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിനിധിയായ മഹാരാജാവ് യുധിഷ്ഠിരൻ സ്വർഗലോകങ്ങളുടെ ഭരണ പ്രാതിനിധ്യം വഹിക്കുന്ന ഇന്ദ്രദേവനോട് സാമ്യപ്പെടുത്താവുന്ന തരത്തിൽ ഒരു ഉത്തമ രാജാവായിരുന്നു. ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, വരുണൻ, വായുദേവൻ എന്നീ ദേവന്മാരൊക്കെയും പ്രപഞ്ചത്തിലെ വിവിധ ഗ്രഹങ്ങളുടെ ഭരണ പ്രാതിനിധ്യം വഹിക്കുന്ന രാജാക്കന്മാരാകുന്നു. അതേപോലെ മഹാരാജാവ് യുധിഷ്ഠിരനും അവരിൽ ഒരാളെ പോലെ ഭൂമിയുടെ ഭരണ പ്രാതിനിധ്യം വഹിക്കുന്ന രാജാവായിരുന്നു. മഹാരാജാവ് യുധിഷ്ഠിരൻ ഭീഷ്മദേവനാലും സർവജ്ഞാനിയും പരമനിര്യോത്തമ പുരുഷനുമായ ശ്രീകൃഷ്ണ ഭഗവാനാലും ഉപദേശിക്കപ്പെട്ടു. ആകയാൽ അദ്ദേഹത്തിന് സകലതിനെയും സംബന്ധിച്ചുള്ള പൂർണ്ണജ്ഞാനം ഉണ്ടായിരുന്നു. രാജാവിന്റെ യാതൊരു അധികാരവുമില്ലാത്തതാകയാൽ ഇന്നത്തെ തിരഞ്ഞെടുത്ത നിർവാഹക തലവന്മാർ വെറും പാവയെ പോലെയാകുന്നു. യുധിഷ്ഠിരനെ പോലെ പ്രബുദ്ധതയുള്ളവർക്ക് പോലും വ്യവസ്ഥാപിത കാരണങ്ങളാൽ സതുദ്ദേശത്തോടുകൂടി സ്വേച്ഛാനുസരണം യാതൊന്നും തന്നെ ചെയ്യാൻ നിർവാഹമില്ല. ആകയാൽ ഭൂമിയിൽ രാജ്യങ്ങൾ തമ്മിൽ ആശയപരമായ വ്യത്യാസങ്ങളാൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. എന്നാൽ യുധിഷ്ഠിരനെ പോലെയുള്ള രാജാവിന് അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ആശയ സംഹിതകൾ ഒന്നുമില്ല. അതേസമയം അദ്ദേഹത്തിന് അപ്രമാദഗതിയായ ഭഗവാന്റെ നിർദ്ദേശങ്ങളും ഭഗവാന്റെ പ്രതിനിധിയും ആധികാരിക ആചാര്യനുമായ ഭീഷ്മദേവന്റെ ഉപദേശങ്ങളും അനുവർത്തിക്കാൻ മാത്രമേ വേണ്ടൂ. യാതൊരു സ്വാർത്ഥ താല്പര്യവും സ്വയംകൃത ആശയ സംഹിതയും കൂടാതെ ഭഗവാനെയും ശ്രേഷ്ഠരായ പ്രാമാണികരെയും അനുകരിക്കണമെന്ന് ശാസ്ത്രങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്നു. ആകയാലാണ് മഹാരാജാവ് യുധിഷ്ഠിരന് സമുദ്രങ്ങൾ ഉൾപ്പെടെ ഈ ലോകം മുഴുവനും ഭരിക്കുവാൻ സാധ്യമായത്. തന്നിമിത്തം തത്വങ്ങൾ അബദ്ധരഹിതവും സർവലൗകികമായി ഏവർക്കും ബാധകവുമായിരുന്നു. അപ്രമാദഗതിയായ ആധിപത്യത്തെ അനുവർത്തിക്കാൻ സാധ്യമെങ്കിൽ മാത്രമേ ഏകലോകമെന്ന ആശയം സഫലമാകുകയുള്ളൂ. അപൂർണരായ മനുഷ്യർക്കേവർക്കും സ്വീകാര്യമായ ഒരു ആശയ സംഹിത നിർമ്മിക്കുവാൻ കഴിയുകയില്ല. പരിപൂർണവും അപ്രമാദഗതിയുമായതിനു മാത്രമേ ലോകത്തെവിടെയും പ്രയോഗക്ഷമമായതും ലോകത്തിലെ സർവമാന ജനങ്ങൾക്കും അനുവർത്തിക്കാൻ കഴിയുന്നതുമായ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഭരിക്കുന്നത് നിർവ്യക്തിക ഭരണകൂടമല്ല, ഒരു വ്യക്തിയാണ്. കുറ്റമറ്റവനെങ്കിൽ അഥവാ സർവ സദാചാര്യ മൂല്യവും ഉൾക്കൊള്ളുന്നവനെങ്കിൽ ഭരണകൂടവും കുറ്റമറ്റതാകുന്നു, അഥവാ സർവ സദാചാര്യ മൂല്യവും ഉൾക്കൊള്ളുന്നവനാകുന്നു വ്യക്തി വിഡ്ഢിയെങ്കിൽ ഭരണകൂടവും വിഡ്ഢികളുടെ സ്വർഗമാകുന്നു. പ്രകൃതി നിയമമാണത്. അപൂർണരായ ഭരണനിർവഹണ തലവന്മാരെ കുറിച്ച് നിരവധി കഥകളുണ്ട്. ആകയാൽ ഭരണത്തലവന്മാർ മഹാരാജാവ് യുധിഷ്ഠിരനെ പോലെ നിശ്ചയമായും ജ്ഞാനികളായ വ്യക്തികളായിരിക്കണം. മാത്രവുമല്ല, അദ്ദേഹത്തിന് നിശ്ചയമായും ലോകം മുഴുവൻ ഭരിക്കാനുള്ള ഏകാധിപത്യ അധികാരവും ഉണ്ടായിരിക്കണം. മഹാരാജാവ് യുധിഷ്ഠിരനെ പോലുള്ള ഉത്തമ രാജാവിന്റെ കീഴിൽ മാത്രമേ ഏകലോകമെന്ന സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. മഹാരാജാവ് യുധിഷ്ഠിരനെ പോലുള്ള രാജാക്കന്മാർ ലോകം ഭരിക്കാനുണ്ടായിരുന്നതിനാൽ ആ കാലഘട്ടത്തിൽ ലോകം സന്തുഷ്ടമായിരുന്നു. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനാമിനേ നമസ്തേ സരസ്വതീ ദേവി
गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देशधारणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे. സോ ഇന്നത്തെ ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ സേവ ലഭിച്ചിരിക്കുകയാണ്. സോ ഈ സേവ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുമഹാരാജാവിന് എൻ്റെ പ്രണാമങ്ങൾ. എൻ്റെ ഫോളോ ചെയ്യുന്ന DTs ആയ ജഗന്നാഥ് ബൽദേവ് സുഭദ്രാമയി, ഗോവിന്ദത്തായ്, ലഡു ഗോപാൽ, കൃഷ്ണ ബൽറാം, എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങളും അനുവാദങ്ങളും. എൻ്റെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടി സഹായിച്ച കൃഷ്ണാവബോധത്തിൽ കൊണ്ടുവന്ന എൻ്റെ എല്ലാ ശിക്ഷാ ഗുരുക്കന്മാർക്കും എൻ്റെ പ്രണാമങ്ങൾ. ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രണാമവും അനുവാദവും തേടുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, മാതാപിതാക്കൾ, മറ്റ് വളരെ അടുത്തുള്ള ഡിവോട്ടീസ് എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ. സോ നമുക്ക് പിന്നെ ഇന്നത്തെ ഈ സർവീസ് തന്ന കഥാമൃത പ്രഭുവിനും അക്ഷരമാതാജിക്കും എൻ്റെ പ്രണാമങ്ങൾ. അവരുടെ അനുവാദത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ പോലെ അതിന്റെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. സോ പ്രഥമ സ്കന്ധത്തിലെ 10ാം അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകമാണിത്. സോ ശ്രീമദ് ഭാഗവതം അമലപുരാണമാണ്, നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതം നിത്യം ശ്രവിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? 2ാമത്തെ സ്കന്ധത്തില് പരീക്ഷിത് മഹാരാജ് പറയുന്നു, ശൃണ്വതാം ശ്രദ്ധയാം നിത്യം ഗൃണന്തശ്ച സചേസിതം കാലേന അതിദീർഘേന ഭഗവാൻ വിശതേ ഹൃതി. സോ ആരെല്ലാമാണോ ശ്രദ്ധയോടെ, സീരിയസ്നെസ്സോടെ ഈ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്നത്, അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്, അവർക്ക് എന്ത് സംഭവിക്കും? കാലേന അതിദീർഘേന, റൈറ്റ്, അതിദീർഘേന, വലിയ താമസമില്ലാണ്ട് ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. എന്നിട്ട് ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രവിഷ്ടാകർണരന്ധ്രേന സ്വയനം ഭവ സരോരുഹം ധുനോതി സമലം കൃഷ്ണ സലില്ലസ്യ യഥാശരത്. എങ്ങനെ? ഈ പ്രവിഷ്ഠ, ഈ കർണരന്ധ്രേന, ഈ കർണങ്ങളിലൂടെ ഉള്ളിൽ പോകുന്ന ശ്രീമദ് ഭാഗവതം സ്വനം ഭവം സരോരുഹം. സോ ഒരു താമര എതളില്, താമരയിൽ ഇരിക്കുന്ന പോലത്തെയുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് കൃഷ്ണ, അതിലൂടെ എന്ത് ചെയ്യുന്നു? ധുനോതി സമലം കൃഷ്ണ. ധുനോതി മീൻസ് വാഷ്ഡ് അവേ സമലം, എല്ലാ മലങ്ങളും, കാമക്രോധ മോഹലോഭം മതമാത്സര്യം, ഈ എല്ലാ മലങ്ങളും ഭഗവാൻ അതിനെ വാഷ് ഔട്ട് ചെയ്യുന്നു, അതിനെ കഴുകി മാറ്റുന്നു. എങ്ങനെ? സലിലസ്യ യഥാശരത്, ഒരു വെള്ളത്തിന്റെ പ്രവാഹം, റൈറ്റ്, അത് എങ്ങനെയാണോ അഴുക്കിനെ മാറ്റുന്നത്, അതുപോലെ നമ്മുടെ കാമക്രോധ ലോഭം മോഹം മതമാത്സര്യങ്ങളല്ല ഈ തുടങ്ങിയ മലങ്ങള് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതിനെ തുടച്ചു മാറ്റുന്നു. സോ ഇത്രയും മഹത്തായ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനും അത് കേൾക്കാനും എല്ലാം ഉള്ള ഒരു അവസരം ലഭിച്ച് നമ്മളെല്ലാവരും മഹാഭാഗ്യവാന്മാരാണ്. സോ ഇവിടത്തെ ഈ ശ്ലോകത്തില് നമുക്ക് എന്താ കാണുന്നത്? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഭീഷ്മദേവന്റെ പ്രാർത്ഥനകൾ കേട്ടു. ഭീഷ്മസ്തുതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഭീഷ്മദേവൻ ഭഗവാനെ സ്തുതിക്കുന്നു. അതിനു മുന്നേ ഭീഷ്മദേവൻ മഹാരാജ യുധിഷ്ഠിരന് ഉപദേശങ്ങൾ നൽകുന്നു. സോ ഈ ഉപദേശങ്ങളെല്ലാം കേട്ടതിന് ശേഷം മഹാരാജ് യുധിഷ്ഠിരൻ ഇവിടെ രാജ്യഭാരം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇവിടെ. സോ മഹാരാജ യുധിഷ്ഠിരൻ എവിടെയാ ഭരിച്ചിരുന്നത്? എന്താണ് ഭരിച്ചിരുന്നത്? ഈ ശ്ലോകത്തിൽ പറയുന്നത് പരിദ്യുപന്തം അനുജാനുവർത്തിത, പരിദ്യുപന്തം, റൈറ്റ്, ഇൻക്ലൂഡിങ് ദ സീസ്, റൈറ്റ്, എല്ലാ പരിദ്യുപന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാഗരങ്ങളും ഉൾപ്പെടെ. സോ 7 സാഗരങ്ങളും അതിനോടൊപ്പമുള്ള കരകളും. സോ 7 സാഗരങ്ങളും 7 കരകളും എന്ന് പറയുമ്പോൾ എന്താവും? മൊത്തം ഭൂമി. സോ ഹി വാസ് റൂളിംഗ് ദ എൻറ്റയർ വേൾഡ്, റൈറ്റ്, മൊത്തം ഭൂമിയുടെ രാജാവായിരുന്നു. ആ സമയത്ത് ഭാരതവർഷം എന്ന് പറയുന്നത് മൊത്തം ഭൂഖണ്ഡമാണ്. സോ മൊത്തം ഭൂഖണ്ഡത്തിനെ ഭരിച്ചിരുന്നത് മഹാരാജ യുധിഷ്ഠിരൻ ഹസ്തിനപുരിയിൽ ഇന്നത്തെ ഡൽഹിയുടെ അടുത്തുള്ള
ആൻഡ് എങ്ങനെ അദ്ദേഹം ഭരിച്ചിരുന്നത്? അനുജാനുവർത്തിത, റൈറ്റ്? തൻ്റെ അനുജന്മാരുടെ കൂടെ അർജുനൻ, ഭീമൻ, നകുലൻ, സഹദേവൻ അവരെല്ലാവരും ഗ്രേറ്റ് പവർഫുൾ വാരിയേഴ്സ് ആണ്, ഗ്രേറ്റ് കമാൻഡേഴ്സ് ആണ്. അതുപോലെ ഭക്തന്മാരും ജ്ഞാനം ആർജിച്ചിരുന്നവരുമാണ്. അവരിലൂടെ ആണ് ഭഗവാൻ യുധിഷ്ഠിരൻ ഭരിച്ചിരുന്നത്. ഈവൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കാണാം, മഹാരാജാവ് യുധിഷ്ഠിർ യുദ്ധം ചെയ്യുമെങ്കിലും അദ്ദേഹം അല്ല മെയിൻ എന്താ പറയുക ഡ്യുവൽസ്, ഓരോരോ പോരാട്ടങ്ങൾ വിജയിച്ചിരുന്നത്. അത് ഭീമനും അർജുനനും നകുലനും സഹദേവനും ഒക്കെയാണ്, റൈറ്റ്? സോ ഹി വാസ് ദ റൂളർ ആൻഡ് അർജുനനും ഭീമനും ഇതുമാതിരി എന്താ പറയുക ഇൻഡിഫാക്റ്റബിൾ വാരിയേഴ്സ്, ലൈക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റാത്ത വാരിയേഴ്സ്. അവരിലൂടെ യുദ്ധങ്ങൾ ജയിച്ചും അവരിലൂടെ ആ ഭരണം നടത്തിക്കും ചെയ്യുമായിരുന്നു യുധിഷ്ഠിര മഹാരാജ്. സോ അത്രയും ഏബിൾ ആയിട്ടുള്ള സപ്പോർട്ടോട് കൂടി അദ്ദേഹം ഭരിച്ചിരുന്നു. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് അവരെല്ലാവരും ഭക്തന്മാരായിരുന്നു, ഉത്തമ ഭക്തന്മാരായിരുന്നു. രാജാവിന് വേണ്ടി ഭരണകാര്യങ്ങളിൽ ഏർപ്പെടുന്നവരും ഉത്തമ ഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ഛിന്നമാവാത്ത ഒരു ഭാരതവർഷം അവർക്ക് ഭരിക്കാൻ സാധിച്ചു. സോ എപ്പോഴാണ് ഭരിക്കാൻ തുടങ്ങിയത്? ഈ ശ്ലോകം തുടങ്ങുന്നത് എങ്ങനെയാ? ഭീഷ്മോക്തം അഥ അച്യുതോക്തം, റൈറ്റ്? നിശമ്യ ഭീഷ്മോക്തം അഥ അച്യുതോക്തം, റൈറ്റ്? അദ്ദേഹം ഇവിടെ തുടങ്ങുന്നതിൽ നമുക്ക് കാണാം, അദ്ദേഹം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. എങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു? എന്നാലാണ് ഈ കോടിക്കണക്കിന് വ്യക്തികൾ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിക്കാനിടയായത് ഞാനൊരു വ്യക്തിക്ക് വേണ്ടി, റൈറ്റ്? സോ കുരുക്ഷേത്ര യുദ്ധത്തിൽ പറയുന്നത് ഓൾമോസ്റ്റ് എവിടെയോ കണക്ക് പറഞ്ഞ 6 മില്യൺ പ്ലസ് ആളുകൾ ആ യുദ്ധത്തില് നിര്യാതരാവുന്നു, യുദ്ധത്തില് വീരമൃത്യു പ്രാപിക്കുന്നു. സോ ഇത്രയും വലിയ ഹത്യക്ക് കാരണം ഞാനാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും രാജഭരണം ഏറ്റെടുക്കാൻ ക്വാളിഫൈഡ് അല്ല, റൈറ്റ്? ഐ എം നോട്ട് ക്വാളിഫൈഡ്. സോ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്ന സ്ഥിതിക്ക് ഭഗവാൻ അദ്ദേഹത്തിനെ ഭീഷ്മദേവന്റെ അടുത്ത് കൊണ്ടുപോകും. ഭീഷ്മദേവനിൽ നിന്ന് അദ്ദേഹം ഹി വിൽ ലിസൺ ടു പെർഫെക്റ്റ് നോളജ് ആൻഡ് ഓൾസോ ഹി ലിസൺ ടു പെർഫെക്റ്റ് നോളജ് ഫ്രം കൃഷ്ണ. ഭഗവാൻ ഇവിടെ അച്യുതൻ എന്ന് വിളിക്കുന്നു. സോ പെർഫെക്റ്റ് നോളജ് നമുക്കറിയാം, സാധാരണ വ്യക്തികൾക്ക് 4 തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഭ്രമ, പ്രമാദ, വിപ്രലിപ്സ ആൻഡ് കർണാപാതവ, റൈറ്റ്? സോ ഭ്രമ എന്ന് വെച്ചാൽ ടെൻഡൻസി ടു മേക്ക് മിസ്റ്റേക്ക്. പ്രമാദ മീൻസ് ഇല്യൂഷനിലായിരിക്കും, മോഹാപഗ്രസ്തം, റൈറ്റ്? വിപ്രലിപ്സ വി ഹാവ് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. ആൻഡ് കർണാപാതവ ഇംപെർഫെക്റ്റ് സെൻസസ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് അല്ല. ലൈക്ക് നമുക്ക് കേൾക്കാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നത് പരിമിതികളുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്, ആൻഡ് നമുക്ക് ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി ഉണ്ട്. സോ ജനറലി ഈ 4 തരത്തിലുള്ള ഡിഫക്ട്സിലുള്ള വ്യക്തികളിൽ നിന്ന് വരുന്ന ജ്ഞാനം അത് എന്താണ്? അതുമാതിരി തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജ്ഞാനമായിരിക്കും. പക്ഷെ ഇവിടെ മഹാരാജ യുധിഷ്ഠിരന് ആ ജ്ഞാനം ലഭിച്ചത് ഈ 4 തരത്തിലുള്ള ഡിഫക്റ്റ് ഉള്ളവരിൽ നിന്നല്ല. ഒന്ന് ഭഗവാനിൽ നിന്ന്, ഭഗവാൻ ഇൻഫാലിബിൾ, റൈറ്റ്? ആൻഡ് പിന്നെ ആരുടെ അടുത്താണ്? ഭീഷ്മരുടെ അടുത്തുനിന്ന്. ഭീഷ്മർ ആരാണ്? ഭീഷ്മർ ഇസ് ഓൾസോ ആൻ അതോറിറ്റി. 12 മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മദേവൻ. 12 മഹാജനങ്ങൾ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ 6ാമത്തെ സ്കന്ധത്തിൽ പറയും, സ്വയംഭൂ, ശംഭു, കപില, കുമാരോ, മനു, പ്രഹ്ലാദോ, ഭീഷ്മോ, ജനകോ, റൈറ്റ്? സോ അതിലൊരു വരുന്ന ഒരു വ്യക്തിയാണ് ഭീഷ്മദേവൻ. സോ ഭീഷ്മദേവൻ ആണ് എന്താ പറയാ, എന്താണ് ശരി, എന്താണ് യഥാർത്ഥ ധർമ്മം, റൈറ്റ്? എന്താണ് സത്യം, ഇതെല്ലാം പറയുന്നുള്ള ഒരു അതോറിറ്റിയാണ്. നമുക്ക് ഓർഡിനറി സാധാരണ ജീവാത്മാക്കള്, ഈ 4 തരത്തിലുള്ള ഡിഫക്ട്സ് ഉള്ള ജീവാത്മാക്കൾക്ക് വാട്ട് ഈസ് ധർമ്മ, എന്താണ് ധർമ്മം എന്നുള്ളതിനുള്ള ശരിയായ അൺമിസ്റ്റേക്കബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമ്മൾ ഈ ഡിഫക്ട്സ് ഉള്ളത് കാരണം. സോ ഭീഷ്മദേവൻ ഓൾദോ അദ്ദേഹം ശരശയ്യയിൽ കിടക്കുവാണെങ്കിലും അദ്ദേഹം ഈ യഥാർത്ഥ ജ്ഞാനം യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. സോ
ഇവിടെ ഈ ശ്ലോകത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമ, റൈറ്റ്? വിജ്ഞാന വിദൂത വിഭ്രമ. എങ്ങനെ? വിദൂത വിഭ്രമ, അദ്ദേഹത്തിന്റെ വിഭ്രമങ്ങൾ വിദൂത മാറ്റപ്പെടുന്നു, റൈറ്റ്? സോ ആ മാറ്റപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ഓഥറൈസ്ഡ് പ്ലേസിൽ നിന്ന് ഓഥറൈസ്ഡ് ജ്ഞാനം കേൾക്കുമ്പോൾ. ആൻഡ് പിന്നെ പറയുന്നത് ആരാണ് കേൾക്കുന്നത്? ഭഗവാനിൽ നിന്നാണ് കേൾക്കുന്നത്. ഭഗവാനെ വിളിക്കുന്നത് എന്താണ്? അച്യുത. അച്യുത മീൻസ് ഹി വാസ് പെർഫെക്റ്റ്, ഇൻഫാലിബിൾ, റൈറ്റ്? ഈശോപനിഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇൻവൊക്കേഷൻ പ്രയറിൽ നമുക്ക് കേൾക്കാം ഭഗവാനെ എങ്ങനെയാ വിളിക്കുന്നത്. ഓം പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. കൃഷ്ണ ഈസ് പൂർണ്ണം, കൃഷ്ണ ഈസ് പെർഫെക്റ്റ്, ഈസ് ഇൻഫാലിബിൾ. മറ്റെല്ലാവരും ഫോളിബിൾ ആണ്. എല്ലാ ദേവീ ദേവതന്മാരും മറ്റ് ഉപദേവതമാരും എല്ലാം ഫോളിബിൾ, അവർക്ക് ചുറ്റി സംഭവിക്കാം. ഉദാഹരണത്തിന് ബ്രഹ്മദേവൻ നമ്മൾ കാണാൻ പറ്റും. അദ്ദേഹം സൃഷ്ടിക്ക് ശേഷം തന്റെ പുത്രിയുടെ ആകർഷിതനായി പുറകെ പോകുന്നു. സോ ഇത് കാണുന്ന മഹാദേവന് ക്രോധം വരുന്നു. അദ്ദേഹം ക്രോധത്താൽ ബ്രഹ്മദേവനെ ഓടിച്ചിടുന്നു. സോ ബ്രഹ്മദേവൻ ഫസ്റ്റ് ക്രിയേറ്റഡ് പേഴ്സൺ, റൈറ്റ്? ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ സെക്കൻഡറി ക്രിയേറ്ററായ ബ്രഹ്മദേവൻ, അദ്ദേഹത്തിന് ചുതി സംഭവിക്കുന്നു. അതുമാതിരി തന്നെ ശ്രീമദ് ഭാഗവതത്തിലെ 8ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് കാണാം എങ്ങനെ മഹാദേവൻ മോഹിനി മൂർത്തിയിൽ ആകർഷിതനായെന്ന്. സോ ഈ മോഹിനി മൂർത്തിയിൽ ആകർഷിതനായി മോഹിനി മൂർത്തിയുടെ പുറകെ പോവുകയാണ്. സോ ഈവൻ മഹാദേവനും ചുതി സംഭവിക്കാം. ആർക്കും ചുതി സംഭവിക്കാം എന്നുള്ള ഒരു ലീലയാണ് അവിടെ കാണിക്കുന്നത് മഹാദേവൻ. ഓൾദോ മഹാദേവൻ ഉത്തമ ഭക്തനാണെങ്കിലും അദ്ദേഹം നമുക്ക് വേണ്ടി ഇങ്ങനൊരു ലീല കാണിക്കുകയാണ്. ആർക്കും ചുതി സംഭവിക്കാം. അച്യുതനായിട്ടുള്ളത് ഭഗവാൻ മാത്രം, റൈറ്റ്? ഒരിക്കലും ഫോളിബിൾ ആവാത്തത്, ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തത്. അതുമാതിരി തന്നെ മറ്റു ദേവതകൾ, ഇന്ദ്രദേവന്റെയും ഒത്തിരി ലീലകൾ നമ്മൾ കാണാൻ സാധിക്കും. അഹല്യ മോക്ഷവും ഒക്കെ, റൈറ്റ്? ഇന്ദ്രദേവനും ഇതുമാതിരി ചുറ്റി സംഭവിക്കുന്നത്. അതുമാതിരി തന്നെ ചന്ദ്രനും ഉണ്ട്. സോ അനേകം എക്സാമ്പിൾ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ ശ്രീമദ് ഭാഗവതത്തില് എല്ലാം കാണാം. സോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഭഗവാന്റെ ആശ്രയം, ഭഗവാന്റെ വാണി ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ശ്രവിക്കുന്നു. ഇതുപോലെ തന്നെ ഭഗവാൻ അച്യുതൻ നമ്മൾ വേറെയും റെഫറൻസ് ഉണ്ട്. ഒരു വളരെ ഫേമസ് ഉള്ള ഒരു റെഫറൻസ് ഉണ്ട്. എങ്ങനെയാ ഭഗവാൻ അച്യുതന്റെ റെഫർ ചെയ്യണ? ശ്രീമദ് ഭഗവത്ഗീതയില് തുടക്കത്തിൽ പറയും, സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപിതമേ അച്യുത. ഹേ അച്യുത, ഈ രഥം 2 സേനകളെ പാണ്ഡവരുടെയും കൗരവരുടെയും നടുക്ക് സ്ഥാപിക്കൂ. ഞാൻ കാണട്ടെ ആരൊക്കെയാണെന്ന് യുദ്ധത്തിന് വരുന്നത് എന്ന്. സോ അതിനുശേഷം എന്ത് പറ്റും? അർജുനന് അതുപോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമുക്ക് ശ്രീമദ് ഭഗവത്ഗീത കേൾപ്പിക്കാൻ വേണ്ടി അർജുനനും അവിടെ മോഹാപഗ്രസ്തനാവുന്ന ലീല നമുക്ക് കാണാം. സോ ഇവിടെ അർജുനൻ എങ്ങനെയാ വിളിക്കുന്നത്? അച്യുത, ഇൻഫാലിബിൾ. ഭഗവാൻ അർജുനന്റെ തേരാളിയാവാന്ന് പറഞ്ഞു. സോ അർജുനൻ അറിയാം ഭഗവാനാണെന്ന്. ഭഗവാനാണെന്ന് അറിയാണ്. അതുമാതിരി തന്നെ അദ്ദേഹം ആ സമയത്തെ ഒരു വളരെ ശ്രേഷ്ഠനായ രാജാവാണ്, റൈറ്റ്? അതുപോലെ തന്നെ വൃഷ്ണി വംശത്തിന്റെ ഒരു നേതാവാണ്. സോ ഇങ്ങനെയുള്ള ഭഗവാനാണ് തേരാളിയായിട്ട് വരുന്നത്. സോ അർജുനന് പറയാൻ പറ്റില്ല, ഓ ഡ്രൈവർ ഗോ എന്ന് പറയാൻ പറ്റില്ല. സോ അർജുനന് ഇതറിയാം. സോ അതുകൊണ്ട് ഭഗവാനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പറയുക, ഏ അച്യുത, റൈറ്റ്? താങ്കൾ എന്റെ തേരാളിയാവാൻ തീരുമാനിച്ചു. സോ പ്ലീസ് എനിക്ക് രഥം ഒന്ന് കൊണ്ടുപോകും. സോ വിത്ത് റെസ്പെക്ട് ഹി ഈസ് സേയിങ് ദാറ്റ്, ഓ അച്യുത, റൈറ്റ്? സോ ഭഗവാൻ അതുപോലെയല്ല, അതോ ഞാൻ ഇതാണ്, ഞാൻ അതാണ്, ഐ ആം ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്, റൈറ്റ്? ഐ ആം ദി സൂപ്പർ മോസ്റ്റ് ബീയിങ്, ഐ ആം ദി മോസ്റ്റ് പവർഫുൾ, റൈറ്റ്? സോ ഭഗവാൻ അത്തരത്തിലുള്ള ഭാവങ്ങളല്ല. ഭഗവാൻ എപ്പോഴും ഭക്തന്മാരാണ് ഏറ്റവും പ്രധാനം. ഭഗവാൻ ഭക്തവത്സലരാണ്. ഭഗവാന് ഭക്തന്മാരുടെ ഇംഗിതം, ഭക്തന്മാരുടെ ഇഷ്ടങ്ങളും ഭക്തന്മാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസും ഇതെല്ലാമാണ് ഭഗവാൻ ഏറ്റവും പ്രധാനം. ഭഗവാന് സുപ്രീം പേഴ്സണാലിറ്റി എന്നുള്ളതല്ല. സോ ഹി ഈസ് ഹാപ്പി ടു ടേക്ക് ദ റോൾ ഓഫ് എ ഡ്രൈവർ ഓഫ് അർജുന. അതാണ് അദ്ദേഹത്തിന്റെ ഭക്തവാത്സല്യം. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്.
ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ ശ്രീരംഗത്ത് പോയപ്പോ ശ്രീരംഗത്ത് ഒരു ബ്രാഹ്മണൻ അവിടെ ഇരുന്ന് ഭഗവത്ഗീതയും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ മറ്റുള്ള അവിടുത്തെ ആളുകള് അദ്ദേഹത്തിന് കളിയാക്കുവാണ്. ഓ, ഈ ബ്രാഹ്മണന് എന്താ പറയാ, പഠിക്കാൻ അറിയില്ല. സോ ഓ അദ്ദേഹത്തിന് വായിക്കാൻ അറിഞ്ഞൂടാ. എന്നിട്ടും അദ്ദേഹം ഭഗവത്ഗീത എടുത്ത് ഇങ്ങനെ തെറ്റായി വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കും. പക്ഷെ അദ്ദേഹം ഇതൊന്നും ഇല്ലാണ്ട് വീണ്ടും ഭഗവത്ഗീത നോക്കിക്കൊണ്ടിരിക്കും. സോ മഹാപ്രഭു അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ പറയും, എന്താണ് എല്ലാരും താങ്കളെ ഇങ്ങനെ കളിയാക്കുന്നല്ലോ, താങ്കളാണെങ്കിൽ ഭഗവത്ഗീത പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, എന്താണ് ഇതിൻ്റെത്? അദ്ദേഹം പറയും, എന്റെ ഗുരു എന്നോട് പറഞ്ഞു ദിവസവും ഭഗവത്ഗീത വായിക്കണമെന്ന്. പക്ഷേ എനിക്ക് വായിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് അതിന്റെ തുടക്കം കാണുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരുന്നു. സോ എന്താണ് തുടക്കത്തിലുള്ളത്? തുടക്കത്തിൽ പറയും, അർജുനന്റെ തേരാളിയായിട്ട് ഭഗവാൻ മുന്നോട്ട് പോവാണ്. അർജുനൻ പറയുന്നതെല്ലാം അനുസരിച്ച് ഭഗവാൻ പോവാണ്. ഇടത്തോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് പോകും, വലത്തോട്ട് പോകുമ്പോൾ വലത്തോട്ട് പോകും. ആൻഡ് ഈ തേരാളികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല ആ സമയത്ത്, യുദ്ധത്തിന്റെ സമയത്ത്. യുദ്ധം എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ, ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ. സോ തേരാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പലപ്പോഴും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ തന്റെ കാലുകൊണ്ട് തട്ടും. റൈറ്റിലേക്ക് തട്ടുമ്പോഴത്തേക്കും റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റിലേക്ക് തട്ടുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകും. സോ ഇങ്ങനെയാണ് തേരാളികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. സോ അങ്ങനെ ഒരു തന്റെ ഭക്തന്റെ എന്താ പറയാ, കാലുകൊണ്ട് വലത്തോട്ട് പോകും, കാലുകൊണ്ട് ലെഫ്റ്റോട്ട് പോകും, റൈറ്റ്. സോ ഇതെല്ലാം കേൾക്കാൻ നിൽക്കണ ഭഗവാന്റെ ആ ഒരു ഭക്തവാത്സല്യം കണ്ടിട്ട് എനിക്ക് എന്താ പറയാ, എനിക്ക് എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭഗവത്ഗീത എടുത്തിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഐ ജസ്റ്റ് കീപ് ക്രൈയിങ്, റൈറ്റ്. ഭഗവത്ഗീത ഇത് ഫസ്റ്റ് ചാപ്റ്റർ കാണുമ്പോൾ തന്നെ എനിക്ക് കരച്ചിലാ വരുന്നത്. സോ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭഗവത്ഗീതയുടെ എസെൻസ്, ഭഗവത്ഗീതയുടെ ഭാവം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഭഗവാനും ഭക്തനുമായിട്ടുള്ള ആ ബന്ധം, ഭഗവാന്റെ ഭക്തവാത്സല്യം. സോ അത് നമ്മളിവിടെ നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. യു ഹാവ് ട്രൂലി അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്. സോ എന്ന് മഹാപ്രഭു അദ്ദേഹത്തോട് പറയുന്നു. സോ ബേസിക്കലി നമുക്ക് ഈ സ്ക്രിപ്റ്റേഴ്സ് വായിക്കുന്നതിലൂടെ ഈ എല്ലാം എന്താ മനസ്സിലാക്കുന്നത്? ശരിയായ ഭക്തിയുടെ മൂഡ്, ഭാവം, അത് ഗ്രഹിക്കുകയാണ്. അത് ഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ഉന്നതരായ വൈഷ്ണവരിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, ഗുരുവിൽ നിന്ന് നമ്മൾ ശാസ്ത്രം ഗ്രഹിക്കണം. അപ്പൊ ശാസ്ത്രത്തിലേക്കാൾ ഉപരി ഭക്തിയിൽ ഭഗവാനോടുള്ള ഭാവം, ഭക്തന്മാരോടുള്ള ഭാവം, മൂഡ് ഓഫ് ഡിവോഷൻ, അതാണ് നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് ഗ്രഹിക്കുന്നത്. ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം കാണാപ്പാഠം പഠിച്ചവര്, ഭാഗവതത്തിന്റെ ശ്ലോകങ്ങള് അനർഘനിർഗളിതമായി പറയുന്നവര് ഒത്തിരി പേരുണ്ടാവും. ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ഇസ് ദ റിയൽ മൂഡ് ഓഫ് ഡിവോഷൻ, ദ ഡെവലപ്പിംഗ് ഓഫ് ദ ഫെയ്ത്ത്. അത് എവിടെ എത്തി എന്നുള്ളതാണ് കാരണം. അത് നമ്മൾ ഉൾക്കൊണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. സോ ഇവിടെ നമ്മൾ ഭഗവാൻ അച്യുതൻ നല്ല കാര്യം പറയായിരുന്നു. സോ ഭഗവാൻ അച്യുതനും ഭഗവാൻ ഭക്തന്മാരുടെ തീവമായ വാത്സല്യമുള്ളവനാണ്. ഭക്തന്മാർക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. സോ ഭീഷ്മദേവൻ ഇവിടെ കാണാം. ഭീഷ്മദേവൻ പ്രോമിസ് ചെയ്യും ദുര്യോധനോട്, റൈറ്റ്, നാളെ ഞാൻ അർജുനനെ വധിക്കും. അർജുനനെ വധിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ കൃഷ്ണൻ ആയുധമെടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരെണ്ണം സംഭവിക്കണം. സോ ഭഗവാൻ അദ്ദേഹം അത്ര തീവ്രതയോടെ പോരാടിയിട്ട് അർജുനൻ ഓൾമോസ്റ്റ് എന്താ പറയാ, വധിക്കാനുള്ള സ്ഥിതിയുടെ അടുത്ത് വരെ എത്തും. സോ ഭഗവാൻ കൃഷ്ണൻ പറയും, നോ നോ നോ, ഐ വിൽ പ്രൊട്ടക്ട് അർജുന. അർജുനനെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഭീഷ്മദേവ, താങ്കളും എന്റെ ഉത്തമ ഭക്തനാണ്. സോ ഐ വിൽ നോട്ട് മേക്ക് യു ബ്രേക്ക് യുവർ പ്രോമിസ്. ഭീഷ്മദേവന്റെ പ്രോമിസ് ഐ വിൽ കീപ്, റൈറ്റ്. മൈ പ്രോമിസ് നോ പ്രോബ്ലം. എന്റെ പ്രോമിസ് നോ പ്രോബ്ലം. എന്റെ വാക്ക് പോട്ടെ, നോ പ്രോബ്ലം, റൈറ്റ്. നമുക്ക് അങ്ങനെയല്ല. നമ്മൾ വാക്ക് പറഞ്ഞു, റൈറ്റ്. ഭഗവാൻ അങ്ങനെയല്ല. ഭക്തന് വേണ്ടി എന്റെ വാക്ക് ഐ ഹാവ് നോ പ്രോബ്ലം, ഐ വിൽ ബ്രേക്ക് ഇറ്റ്, റൈറ്റ്. എന്റെ വാക്ക് ഞാൻ മുറിച്ചോളാം. സോ കൃഷ്ണ ബ്രേക്സ് ഹിസ് പ്രോമിസ് ഫോർ കീപ്പിംഗ് ദ പ്രോമിസ് ഓഫ് ദ ഡിവോട്ടി. തന്റെ ഭക്തന്റെ വാക്കിന്റെ വില നിർത്താൻ വേണ്ടി ഭഗവാൻ സ്വന്തം വാക്ക് ഇവിടെ മുറിക്കുന്നു. ആൻഡ് അദ്ദേഹം രഥചക്രം എടുത്ത് ഭീഷ്മദേവന്റെ
അടുത്തേക്ക് പോകുന്നു. ആൻഡ് ഭീഷ്മദേവൻ അതേ നിമിഷത്തിൽ തന്റെ ശസ്ത്രങ്ങളെല്ലാം താഴെയിട്ട് കംപ്ലീറ്റ്ലി സറണ്ടർ ആവുന്നു ആ ഒരു പോയിന്റിൽ. സോ ഹി സേസ് ഡോണ്ട് കിൽ അർജുന, റൈറ്റ്, ഐ വിൽ ബ്രേക്ക് മൈ പ്രോമിസ്. സോ ഭഗവാന്റെ പ്രോമിസ് ബ്രേക്ക് ചെയ്യും. ബട്ട് ഭക്തന്മാരുടെ വാക്കുകൾ അദ്ദേഹം ഒരിക്കലും ബ്രേക്ക് ആവാൻ സമ്മതിക്കില്ല. സോ അതുകൊണ്ട് നമ്മൾ സ്മാർട്ട്, വി വിൽ ഗോ ആൻഡ് ടേക്ക് ബ്ലെസ്സിങ്സ് ഓഫ് എന്താണ് വൈഷ്ണവരുടെ, ഗുരുവിന്റെ ബ്ലെസ്സിങ്സ് എടുക്കും, റൈറ്റ്, ഗുരുവിന്റെ ആശീർവാദങ്ങൾ എടുക്കും. സോ ആ ആശീർവാദം എന്ത് ചെയ്യും? ഭഗവാൻ അത് മെയിൻറ്റെയിൻ ചെയ്യും. റൈറ്റ്, ഭഗവാൻ പറയും കൗതേയ പ്രതിജാനാതി നമേ ഭക്ത പ്രപശ്യതി, റൈറ്റ്, റൈറ്റ്, എന്റെ ഭക്തന്മാര് ഒരിക്കലും നശിക്കില്ല എന്ന് അർജുന യു ഡിക്ലെയർ, റൈറ്റ്, അർജുനൻ താങ്കള് അത് ഉറക്കെ പറയുക, റൈറ്റ്, എന്റെ ഭക്തന്മാർ ഒരിക്കലും നശിപ്പിക്കില്ല എന്ന്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്താലോ, ബിക്കോസ് ഞാൻ എന്താ പറയാ ഭക്തന്മാരുടെ ഭാവത്തില് ഞാൻ അതില് പെട്ടുപോകും. സോ ബട്ട് യു ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഇഫ് യു സേ ദാറ്റ് ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ്. സോ ഇവിടെ യുധിഷ്ഠിർ മഹാരാജാവ് ഭഗവാന്റെ ആശ്രയത്തോടെ ഭീഷ്മദേവന്റെ വാക്കുകൾ കേട്ടും ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ടും രാജാവാകുന്നു. സോ വ്യത്യാസം എന്ന് വെച്ചാല് ഇന്നത്തെ ഭാവാർത്ഥത്തില് ഇന്നത്തെ രാജഭരണസ്ഥിതിയെ ഭരണസ്ഥിതിയെ കുറിച്ച്, രാജഭരണസ്ഥിതി അല്ല ഭരണസ്ഥിതിയെ കുറിച്ചും ശ്രീല പ്രഭുപാദ് പറയുന്നു. ഇന്നത്തെ ഭരണസ്ഥിതി എങ്ങനെയാണ്? ഇറ്റ് ഈസ് റൂൾഡ് ബൈ പീപ്പിൾ ഹു ആർ വെരി മച്ച് ഈഗർ. രാജ്യം ഭരിക്കാനുള്ള ആ ഒരു തീവ്രമായ ഇച്ഛയോടെ അതിനുവേണ്ടി എന്തും ചെയ്യാൻ പറ്റും, ഭരണം ലഭിക്കാനും ഭരണം മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ജനവിഭാഗമാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ നേതൃത്വ സമൂഹം, റൈറ്റ്. ബട്ട് യുധിഷ്ഠിർ മഹാരാജാവല്ല. യുധിഷ്ഠിർ മഹാരാജ് ഈസ് നോട്ട് ജമ്പിങ്, റൈറ്റ്, ഓ എനിക്ക് രാജ്യഭരണം കിട്ടി ഞാൻ രാജാവാകും, റൈറ്റ്. നോ, ഹി ഈസ് നോട്ട് ജമ്പിങ്. ആക്ച്വലി ഹി ഈസ് സെയിങ് ദാറ്റ് ഞാൻ ആകുന്നില്ല, റൈറ്റ്. എന്നിട്ട് ഭീഷ്മദേവനും ഭഗവാനും സ്വയം അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യേണ്ടി വരുന്നു. സോ ആ രാജാക്കന്മാർ രാജർഷികളാണ്. സോ രാജാക്കന്മാരാണെങ്കിലും അവര് രാജാവാകുന്നത് എന്തിനു വേണ്ടിയാണ്? അത് സുഖിക്കാനല്ല, അത് ഋഷി തുല്യമാണ്. അതിനോട് അറ്റാച്ച്ഡ് ആവാണ്ട് അവര് ഭരിക്കുന്നു. സോ ഇങ്ങനെ ആ സമയത്ത് ഈ ഭാരതവർഷം മൊത്തം ഭരിച്ചിരുന്ന പരീക്ഷിത് മഹാരാജാവ് വരെയുള്ളത്, പരീക്ഷിത് മഹാരാജാവിന് ശേഷം മാറി. സോ കലിയുഗം തുടങ്ങി. സോ പരീക്ഷിത് മഹാരാജാവ് വരെയുള്ള രാജാക്കന്മാര് രാജർഷികളായിരുന്നു. 4-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിലെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭഗവാൻ ഇവം പരംപരാപ്രാപ്തം ഇവം രാജർഷിയോ വിദു, റൈറ്റ്. സോ ആ സമയത്തെ രാജാക്കന്മാർക്ക് ഈ ഭഗവത്ഗീത ജ്ഞാനം ഉണ്ടായിരുന്നു, എങ്ങനെ പരമ്പരാപ്രാപ്തമാക്കിയിട്ട്. സോ ആൻഡ് ദേ വർ ലിവിങ് ലൈക്ക് ഋഷീസ്. ഇന്നത്തെ മാതിരി ദേ ഡോണ്ട് ഹാവ് ടു അഡ്വർടൈസ്. അവർക്ക് അഡ്വർടൈസ്മെന്റ് ആവശ്യമില്ല, റൈറ്റ്. ഞാൻ ഇത് ചെയ്യാം രാജാവായാൽ, ഞാൻ അത് ചെയ്യാം രാജാവായാൽ, അതിനുശേഷം അതെല്ലാം മറന്നും പോകും. കലിയുഗത്തിൽ എങ്ങനെയാവുന്ന പറയുന്നത്? കലിയുഗത്തിലെ രാജാക്കന്മാർ, റൂളേഴ്സ് ആർ മിസ് എഡ്യൂക്കേറ്റഡ്. ശ്രീമദ് ഭാഗവതം 12-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു പ്രജാഹിലുബ്ധേർ രാജ്ഞർ നിർഗമേർ ദാസ്യുധർമ്മഭി അഛിന്നധരാർ ദ്രവീണ യസ്യന്തി ഗിരികാനനം. സോ കലിയുഗം തീവ്രമാകുമ്പോൾ എന്ത് പറ്റും? പ്രജകള് രാജാവിൽ നിന്ന് പേടിച്ചിട്ട്, റൈറ്റ്, അവരുടെ ധര, ദ്രവിണ, ധര മീൻസ് അവരുടെ വൈഫ്സ്, ദ്രവിണ മീൻസ് അവരുടെ ധനം, ഇതെല്ലാം ഈ മെർസിലസ് റൂളേഴ്സ് അത് അവരെടുത്തോണ്ട് പോകും. അതെടുത്തിട്ട് അവരെ പേടിച്ച് യസ്യന്തി ഗിരി കാനനം, ആളുകളെല്ലാം പേടിച്ച്, രാജാക്കന്മാർക്കാരെ പേടിച്ച് മലകളിലേക്കും വനങ്ങളിലേക്കും പോകും. ഏകദേശം ആ സ്ഥിതിയൊക്കെ തന്നെയാണ് ഇപ്പോഴും, റൈറ്റ്. പക്ഷെ ആ സമയത്ത് ഗിരിയും കാനനം ഉണ്ടാവുമെന്ന് അവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഈ കാടുകളും മലകളൊക്കെ ഉണ്ടാവുന്ന, അതോടെ ചിലപ്പോൾ അതൊക്കെ ആ സമയത്ത് തീർന്നിട്ടുണ്ടാവും. സോ ആ സ്ഥിതിയാകും കലിയുഗത്തില്. മഹാരാജ് യുധിഷ്ഠിർ അങ്ങനെയല്ല. എന്തുകൊണ്ട് അങ്ങനെ അല്ലാണ്ടായി? ബിക്കോസ് അജ്ഞാനം വിജ്ഞാന വിഭൂതം, വിജ്ഞാനത്താൽ അദ്ദേഹത്തിന്റെ വിഭ്രമങ്ങള് എല്ലാം നീക്കപ്പെട്ടിരുന്നു. ബട്ട് ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് എങ്ങനെയാണ്? അബോധജാത, ജനറലി എല്ലാവരും ജനിക്കുന്നത് അബോധജാതനായിട്ടാണ്. ദാറ്റ് ഈസ് ദർ ഇസ് നോ നോളജ്. ജനനത്തില് നോളജ് ഇല്ല. ആനിമൽസ് ആൻഡ് ചിൽഡ്രൻ എല്ലാവരും കുട്ടികൾ ജനിക്കുന്നത് ആനിമൽസിനെ പോലെ തന്നെയാണ്. കാര്യം വിത്ത് നോളജ് അല്ല അവർ വരുന്നത്. ദേ ഹാവ് കർമ്മ ബട്ട് നോ നോളജ്, റൈറ്റ്.
സോ അവരുടെ ബിഹേവിയറും ലൈക്ക് ആനിമൽസ് ആണ്, ലൈക്ക് പട്ടിയും പൂച്ചയും മാരുതി ബിഹേവിയർ ആണ്. ബിക്കോസ് എവറിബഡി ഈസ് ഇൻ അബോധജാത സ്റ്റേജ്, ബോൺ ആസ് ഫൂൾസ് ആൻഡ് റാസ്കൽസ്, റൈറ്റ്? ശ്രീപ്രഭാത് പറയുന്നത് അങ്ങനെയാണ്, ബോൺ ആസ് ഫൂൾസ് ആൻഡ് റാസ്കൽസ്, റൈറ്റ്? ബട്ട് ആനിമൽസിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഹ്യൂമൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കും. വിത്ത് എഡ്യൂക്കേഷൻ അവരുടെ വിജ്ഞാനം വർദ്ധിക്കും. വിജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? പ്രാക്ടിക്കൽ നോളജ്. ജ്ഞാന ഇസ് നോളജ്, വിജ്ഞാന ഇസ് പ്രാക്ടിക്കൽ നോളജ്. സോ ഇവിടെ യുധിഷ്ഠിർ മഹാരാജാവിന് ആക്ച്വലി വിജ്ഞാനമാണ്. ഹി ആക്ച്വലി നോസ് പ്രാക്ടിക്കൽ നോളജ്, നോട്ട് ലൈക്ക് നമ്മുടെ ഇന്നത്തെ എന്താ പറയാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മാതിരി. ഒന്നാമത് അവർ പഠിക്കുന്നത് ആധ്യാത്മിക ജ്ഞാനമല്ല, പഠിക്കുന്നത് എന്താണ്? പ്യുവർലി മെറ്റീരിയൽ ലൈഫ്. കൂടുതൽ എങ്ങനെ നമുക്ക് ഡീഗ്രേഡ് ചെയ്യാം എന്നുള്ള ജ്ഞാനം വരുന്നു. ആൻഡ് അറ്റ്ലീസ്റ്റ് വി ഷുഡ് എൻഷുർ ദാറ്റ്, നമ്മൾ എൻഷുർ ചെയ്യണം ഈ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ കൂടെ അറ്റ്ലീസ്റ്റ് സം എലമെന്റ് ഓഫ് ശാസ്ത്രിക് നോളജ് ഈസ് ദെയർ. ആ ശാസ്ത്രിക് നോളജ് ഇല്ലെങ്കിൽ they will lose, they will behave like animals only. ആനിമലോട് കൂടെ തന്നെ ആ കുട്ടികൾ പെരുമാറുന്നു, ആ കുട്ടികൾ ജീവിക്കുന്നു. ബിക്കോസ് ഈ എന്താ പറയാ അബോധ മാറ്റാനുള്ള ജ്ഞാനം ഒന്നും അവർക്ക് പോകുന്നില്ല. അബോധം മാറ്റണമെങ്കിൽ സ്ക്രിപ്ചറൽ നോളജ് വേണം. സ്ക്രിപ്ചറൽ നോളജ് നമ്മൾ ഭക്തന്മാര് തന്റെ കുട്ടികൾക്ക് അത് കൊടുത്തില്ലെങ്കിൽ they will remain like animals only, their life will be like animals, and അവരുടെ ബിഹേവിയറും സൊസൈറ്റിയിൽ അതുപോലെ തന്നെ ആകും. So real education is ആധ്യാത്മിക ജ്ഞാനം, റൈറ്റ്? സോ ആൻഡ് ഈ ജ്ഞാനത്തിലൂടെ അവരുടെ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. സോ നമുക്കറിയാം 4 തരത്തിലുള്ള വർണ്ണങ്ങൾ ഉണ്ടെന്ന്. ബട്ട് വർണ്ണങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഭഗവാനാണ് സൃഷ്ടിച്ചത് 4 വർണ്ണം. പക്ഷെ ഓരോ വ്യക്തിയുടെയും വർണ്ണം തിരിക്കുന്നത് എങ്ങനെയാണ്? യസ്യൽ ലക്ഷണം വർണ്ണാഭിജായനകം, റൈറ്റ്? ലക്ഷണങ്ങളാൽ വർണ്ണങ്ങൾ തിരിയുന്നു, റൈറ്റ്? എന്തൊക്കെയാണ് ലക്ഷണം? നമുക്ക് ബ്രാഹ്മണ ലക്ഷണങ്ങളുണ്ട്. സമോദമസ് തപസ് ശൗചം ശാന്തിരാർജവം ഏവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. 9 ക്വാളിറ്റീസ്. സമം, ധർമ്മം, തപ, ശൗചം, ലൈക്ക് ക്ലീൻലിനെസ്, നോളജ്, ശാന്തി, റൈറ്റ്? തപസ്, ഓസ്റ്ററിറ്റി, ഇതെല്ലാം എടുക്കുന്നത് ബ്രാഹ്മണ സ്വഭാവം, റൈറ്റ്? അതുമാതിരി തന്നെ ക്ഷത്രിയരുടെ സ്വഭാവ ശൗര്യം, തേജോ, ധൃതിർ, ദാക്ഷ്യം, യുദ്ധം, ചാപി, അപലപയനം, റൈറ്റ്? അവർക്ക് ശൗര്യം ഉണ്ടാവണം, തേജസ്, ശക്തി ഉണ്ടാവണം, റൈറ്റ്? വീര്യം ഉണ്ടാവണം, അപലായനം, അവര് യുദ്ധത്തിൽ നിന്ന് ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് അവർ ഭയന്നോടില്ല, റൈറ്റ്? സോ അവർക്ക് ചാരിറ്റി ഉണ്ടാവണം. ഇതൊക്കെയാണ് ക്ഷാത്ര സ്വഭാവം. സോ ഈ ക്ഷാത്ര സ്വഭാവം ഉള്ള ഒരു ക്ഷത്രിയരാവണം. അവര് നയിക്കപ്പെടുന്നത് ബ്രാഹ്മണ സ്വഭാവം ഉള്ളവരാണ്, റൈറ്റ്? ദാറ്റ് ഇസ് ഈ 9 ക്വാളിറ്റീസ് ഉള്ളത്. രണ്ടുപേരുടെയും വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ബോത്ത്, രണ്ടുപേരും പണത്തോടോ പ്രസ്റ്റീജിനോടോ പവറിനോടോ അറ്റാച്ച്ഡ് അല്ല. അവരിത് ചെയ്യുന്നത് ആസ് എ സർവീസ് ടു ദ ഹ്യൂമാനിറ്റി. ഭഗവാന്റെ ആശ്രയമെടുത്ത് ജനവിഭാഗത്തിനെ നയിക്കുക, എങ്ങോട്ട്? ഭഗവത് പാദങ്ങളിലേക്ക് നയിക്കുന്നതിനായിട്ടാണ് അവര് ക്ഷത്രിയരായി വരയ്ക്കുന്നത്. യുധിഷ്ഠിർ മഹാരാജാവ് ക്ഷത്രിയനായി വരയ്ക്കുന്നത് ആ ജനസമൂഹത്തെ ഭഗവത് പാദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് അതുമാതിരി തന്നെ പല ഉദാഹരണങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ കാണാം. ധ്രുവ മഹാരാജാവായാലും പൃഥു മഹാരാജാവായാലും ഒക്കെ നമുക്ക് കാണാം. സോ ക്ഷത്രിയരുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? ബട്ട് നൗ കലിയുഗത്തില് അങ്ങനെയല്ല. കലിയുഗത്തിൽ എങ്ങനെയാ? ഒരു അഗെയിൻ 12th കാൻഡോയിൽ പറയുന്നത് വിപ്രത്വേ സൂത്രമേവഹി, ലൈക്ക് സൂത്രമേവഹി, സൂത്രത്തിലൂടെയാണ് വിപ്രത്വേ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദാറ്റ് സൂത്രം? ത്രെഡ്, സീക്രട്ട് ത്രെഡ് ഇല്ലേ? ബ്രാഹ്മണ ത്രെഡ്. ആ ത്രെഡ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് വിപ്രത്വേ, ദാറ്റ് ഇസ് കലിയുഗ. വിപ്രത്വം ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ സൂത്രം, റൈറ്റ്? സൂത്രം അല്ലെങ്കിൽ നമ്മളൊരു ഉപായം എന്ന് പറയില്ലേ? ഇറ്റ് ഇസ് നോട്ട് ബൈ ലക്ഷണ, ബട്ട് ആക്ച്വലി എങ്ങനെ ആയിരിക്കണം? ത്രൂ ലക്ഷണ. നമ്മുടെ ഗൗഡിയ വൈഷ്ണവ സിദ്ധാന്തത്തിൽ നമുക്ക് കാണാം രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി ഒക്കെ. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത്, റൈറ്റ്? അവർ ജനിക്കുന്നത് എവിടെയാണ്? കർണാടകത്തിലെ ഗൗഡ സരസ്വത ബ്രാഹ്മണ കുലത്തിലാണ് അവർ ജനിക്കുന്നത്. എന്നിരുന്നാലും അവർ ആദ്യമായിട്ട് മഹാപ്രഭുവിനെ കാണുമ്പോൾ രാമകേളിയിൽ വെച്ചിട്ട്, ബംഗാളിലെ രാമകേളിയിൽ വെച്ചിട്ട് അവരെ കാണുമ്പോൾ അദ്ദേഹം എന്ത് പറയും? നീച്ച ജാതി, നീച്ച കർമ്മ, നീച്ച സംഖി, റൈറ്റ്? വി ഹാവ് ബിക്കം ലോ ബോൺ. എങ്ങനെ?
because of association with Nicha Jati, right? Because of association, അദ്ദേഹം അവര് അന്നത്തെ രാജാക്കന്മാരുടെ മുസ്ലിം രാജാക്കന്മാരുടെ മന്ത്രിമാരായിരുന്നു. നീച്ച ജാതി, നീച്ച സംഘ, റൈറ്റ്, നീച്ച കർമ്മ, റൈറ്റ്. ഇതിലൂടെ ഞങ്ങള് നീച്ച അല്ലെങ്കിൽ ഞങ്ങള് ലോബോൺ ആയി പോയി, റൈറ്റ്. സോ പ്ലീസ് എഡ്യൂക്കേറ്റേഴ്സ്, പ്ലീസ് ഗീവ് അസ് ഷെൽട്ടർ. അവരെന്ത് പറയും? കെ ആമി കേനാമായ യാര താപത്രയ ഇഹനഹി ജാനി കേമാന ഹിത ഹോയ, റൈറ്റ്. ഞാൻ ആരാണ്, റൈറ്റ്? എന്തുകൊണ്ട് ഈ താപത്രയങ്ങൾ എന്നെ എന്താ പറയാ ട്രബിൾ ചെയ്യുന്നു, റൈറ്റ്? സോ ഐ ഡോണ്ട് നോ ദിസ്. വാട്ട് ഈസ് മൈ അൾട്ടിമേറ്റ് ബെനിഫിറ്റ്, റൈറ്റ്? സോ പ്ലീസ് എഡ്യൂക്കേറ്റ് മീ, റൈറ്റ്? സോ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, പ്രഭവസ്താവത് അബോധജാതോ യാവാന ജിജ്ഞാസ ആത്മതത്വം. ഹൂവർ ഇസ് നോട്ട് ജിജ്ഞാസ അബൌട്ട് ആത്മതത്വം, ആത്മതത്വത്തില് അബോധജാതരായവര്, ആത്മതത്വത്തെ കുറിച്ച് ജിജ്ഞാസരാവാത്തവർക്ക് എന്താ പറയാ? പ്രഭവസ്താവത്, അവര് ഈ താപത്രയങ്ങളുടെ പ്രഭാവത്തില്, റൈറ്റ്, ദേ ആർ സബ്ജക്ട് ടു മിസറീസ്. ഈ താപത്രയങ്ങളിൽ പൂർണ്ണമായി അവര് ആ മിസറി, അതിന്റെ ക്ലേശങ്ങളിൽ അവര് പെട്ടുപോകുന്നു. ഈ ആരാണോ ആത്മതത്വത്തെ കുറിച്ച് ജിജ്ഞാസരാവാത്തവര്. സോ ആത്മതത്വത്തെ കുറിച്ച് ജിജ്ഞാസരാവരെ എങ്ങനെ ജിജ്ഞാസരാകണം? ഈ സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി നമ്മള് കാണിച്ചു തന്ന മാതിരി, ഹൂ ആം ഐ, റൈറ്റ്? ഞാൻ എന്താ ചെയ്യേണ്ടത്, റൈറ്റ്? യു ഷുഡ് എൻക്വയർ ടു ഹൂ? തത് വിജ്ഞാനാർത്ഥം ഗുരുമേവാഭി ഗച്ഛേത്. വിജ്ഞാനത്തിനായിട്ട് യു ഷുഡ് ടേക്ക് ഷെൽട്ടർ ഓഫ് എ ഗുരു. ഗുരു ഇസ് നോട്ട് ടേക്കൺ ഷെൽട്ടർ. എന്താ പറയാ? ഞാനൊരു ഇനിഷ്യേറ്റഡ് ഡിസൈപ്പിൾ ആണെന്നോ, എനിക്കൊരു ഗുരുവുണ്ടെന്നോ എന്നുള്ള ഒരു ഫാഷന് വേണ്ടിയല്ല. ഫോർ തദ് വിജ്ഞാനാർത്ഥം. എന്ത് വിജ്ഞാനം? ആത്മതത്വം. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഞാനും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ്? വാട്ട് ഈസ് മൈ ഡ്യൂട്ടി? മൈ ഡ്യൂട്ടി ഈസ് ടു സർവ്. ഹൗ ഡു ഐ സർവ്? എന്ത് ഭാവത്തിൽ സർവ് ചെയ്യാം? ഗുരുവിന്റെ ഭാവം, റൈറ്റ്? ഗുരുവിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ഗുരുവിന്റെ മൂഡാണ്. സോ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അതിനുവേണ്ടി നമ്മളൊരു ഗുരുവിന്റെ ഷെൽട്ടർ എടുക്കണം. ശ്രീമദ് ഭാഗവതം 11th canto പറയുന്നു, തസ്മാത് ഗുരും പ്രപത്യവ ജിജ്ഞാസ ശ്രേയമുത്തമം ശബ്ദേ പരേ നിഷ്ഠാനാം ബ്രാഹ്മണി ഉപസംശ്രയം, റൈറ്റ്? തസ്മാത് ഗുരും പ്രപത്യന്തേ ജിജ്ഞാസ ശ്രേയമുത്തമം, റൈറ്റ്? സോ ഒരാള് സീരിയസ് ആയിട്ടുള്ള ആധ്യാത്മിക ജ്ഞാനത്തിൽ സീരിയസ് ആയിട്ടുള്ളത്, ഹു വാണ്ട്സ് ടു സീക്ക് റിയൽ ഹാപ്പിനെസ്, ശരിയായ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തി, he should take shelter of a bona fide spiritual master and take shelter of him by initiation. So ശരിയായ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, റൈറ്റ്, ശരിയായ ജ്ഞാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഗുരുവിന്റെ ആശ്രയം എടുത്ത് ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കണം, റൈറ്റ്? ആൻഡ് ഗുരുവിനെ അനുവർത്തിക്കണം. അപ്പോ എന്ത് പറ്റും? ആദ്യം പറഞ്ഞ മാതിരി പ്രവൃത്തന്റെ, നമ്മള് ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോയിന്റ് ഇല്ലേ, എന്താണ്? പ്രവൃത്തന്റെ വിജ്ഞാന വിദൂത വിഭ്രമ. വിജ്ഞാനത്താൽ വിഭ്രമങ്ങൾ വിദൂതമാകും, റൈറ്റ്? സോ മഹാരാജ യുധിഷ്ഠിരൻ ഇവിടെ അങ്ങനെ ഭഗവാന്റെ വാക്കുകളാലും ഭീഷ്മദേവന്റെ വാക്കുകളാലും അദ്ദേഹത്തിന്റെ വിജ്ഞാനത്താൽ അദ്ദേഹത്തിന്റെ കൺഫ്യൂഷൻസ് എല്ലാം മാറുന്നു, റൈറ്റ്? ആൻഡ് അദ്ദേഹം ശാസ്ത്ര ലക്ഷണങ്ങളാണ് പറയുന്നത്, ഡ്യൂ ടു ദ നോളജ്, റൈറ്റ്? ഇങ്ങനെ ചെയ്യാത്തവരെ കുറിച്ച് എന്താ പറയുന്നത്? അതും ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, യസ്യാത്മബുദ്ധി ഗുണഭേതൃധാതുകേ സ്വതി കളത്രാശു ഭൗമൈയാധി യത്തീർത്ഥ ബുദ്ധി സലിലേന കർച്ചേത് ജ്ഞാനേഷു അഭിജ്ഞേഷു സ ഏവ ഗോകര. ഹൂവർ തിങ്സ്, ആരാണോ ചിന്തിക്കുന്നത്, ഈ ശരീരം ത്രിധാതുകങ്ങൾ, 3 മൂലകങ്ങളായിട്ടുള്ള അതാണ് ഈ ശരീരം, റൈറ്റ്? ഈ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളത്രാശി, കുട്ടികളും ഭാര്യകളുമായിട്ടുള്ള ഇതാണ് ഈ ജീവിതം, റൈറ്റ്? ഒരു തീർത്ഥം അല്ല, ഇതിലൊരു പുണ്യസ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ വെള്ളവും സാഹചര്യമാണെന്ന് ചിന്തിക്കുന്നവർ ആരാണോ ജ്ഞാനികളുടെ ആശ്രയം ഏൽക്കാത്തത്, അവരെങ്ങനെയാണ്? സ ഏവ ഗോകര, ദേ ആർ ലൈക്ക് ആസസ്, അല്ലെങ്കിൽ കഴുതകളെ പോലെയാണ് അവർ. So the real thing is to take shelter of a bona fide spiritual master. പിന്നെ
ഇവിടെ സമയം അതിക്രമിക്കാറായെന്ന് തോന്നുന്നു. സോ ഇവിടെ അടുത്തൊരു പോയിന്റും കൂടി പറയാനുണ്ട്. ബേസിക്കലി അജിതാശ്രയ. സോ അജിത ആശ്രയ, യുധിഷ്ഠിര മഹാരാജാവ് അജിതാശ്രയനായി. അജിത ഇസ് ആര്? അജിത ഇസ് ഭഗവാൻ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തത്. അങ്ങനെയുള്ള ഭഗവാന്റെ ആശ്രയം എടുക്കുന്നു ഭഗവാൻ. ഭഗവാനെ തോൽപ്പിക്കാമല്ല. ഭഗവാൻ എവ്രിതിങ്, കൃഷ്ണ ഇസ് ടോപ്പ് മോസ്റ്റ്. ഈവൻ ഇഫ് ഇറ്റ് ഇസ് എന്താ പറയാ, കള്ളനാണെങ്കിൽ പോലും ഭഗവാനാണ് ടോപ്പ് മോസ്റ്റ്. ചൗരാഗ്രഗണ്യം പുരുഷം നമാമി, നമ്മൾ ചൗരാഷ്ടകത്തിൽ വായിക്കട്ടെ. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇഫ്, അതിനകത്ത് അഗ്രഗണ്യൻ ഭഗവാൻ തന്നെയാണ്. സോ ഈവൻ ഇഫ് ഇറ്റ് ഇസ് റൂളർ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോളജ്, എനിത്തിങ്, അതിന്റെ ടോപ്പ് മോസ്റ്റ് ഇസ് ഭഗവാൻ. ഭഗവാൻ ഇസ് അജിത. ബട്ട് ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കും. ആർക്ക് തോൽപ്പിക്കാൻ സാധിക്കും? ബൈ ഡിവോട്ടീസ്. ടു ഗോപീസ് ഓഫ് വൃന്ദാവൻ ഭഗവാൻ പറയും, നിങ്ങൾക്ക് തരാൻ എനിക്കൊന്നുമില്ല. ഐ ആം ടേക്കിംഗ് യുവർ ഷെൽട്ടർ. Right. So only devotees, nobody else can defeat Krishna. So ഇവിടെ ഈ ശ്ലോകത്തിൽ അഗെയിൻ നമുക്ക് കാണാം, എന്താ പറയുക, സസാഗം ഗം ഇന്ദ്രം അജിതാശ്രയ. സോ ഭഗവാൻ, ഇന്ദ്രൻ ഭഗവാൻ ആശ്രയം എടുത്ത പോലെ, റൈറ്റ്, ദേവകൾ ഭഗവാൻ ആശ്രയം എടുത്ത പോലെ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാന്റെ ആശ്രയം എടുക്കുന്നു. സോ ജനറലി പറയുന്നത് വിഷ്ണു ഭക്തേ ഭവേ ദൈവ അസുരസ്തത് വിപര്യയ. വിഷ്ണു ഭക്തൻ ആരാകുന്നു? അവരാകുന്നു ദേവഗണങ്ങൾ. അതാ വിഷ്ണു ഭക്തരല്ലാത്തവർ എന്താണ്? വിപര്യയ, അസുരാസ്. റൈറ്റ്, വിഷ്ണു ഭക്തർ എടുക്കാത്തവർ. നമ്മൾ ഹിരണ്യകശിപു അല്ലെങ്കിൽ രാവണൻ, എല്ലാവരും പല രീതിയിലുള്ള ഇന്ന് ഭൗതിക സ്ഥലത്തിൽ കാണാവുന്ന രീതിയിലുള്ള ഭക്തർ. അവർ ശിവഭക്തരായിരുന്നു. ബട്ട് ദേ വെർ എഗെയിൻസ്റ്റ് വിഷ്ണുസ്. അതുകൊണ്ട് അവര് അസുരന്മാരായി. വിഷ്ണു ഭക്തി ആരാണ് എടുക്കുന്നത്? അവരാണ് ദേവത. സോ ഈവൻ ഇഫ് ഇറ്റ് ഇസ് സം മിസ്റ്റേക്സ് ആർ ദർ, കൃഷ്ണ സപ്പോർട്ട്സ് ദം. റൈറ്റ്, അങ്ങനെയുള്ളവരെ ഭഗവാൻ പരിരക്ഷിക്കുന്നു. സോ മഹാരാജാവ് യുധിഷ്ഠിരൻ ഇവിടെ അദ്ദേഹം പൂർണ്ണമായി അദ്ദേഹത്തിന് കോൺഫിഡന്റ് ആയി. റൈറ്റ്, ഞാൻ ഭഗവാനാൽ സംരക്ഷിതനാണ്. ഞാൻ ഇത്രയും ഏബിൾ ആയിട്ടുള്ള ഭക്തന്മാരാൽ, തന്റെ അനുജന്മാരാൽ സപ്പോർട്ടഡ് ആണ്. റൈറ്റ്, ശരിയായ ജ്ഞാനം ഭീഷ്മദേവൻ എനിക്ക് പകർന്നു തന്നു. സോ നൗ ഐ ആം റെഡി ടു ടേക്ക് ദിസ് പൊസിഷൻ. ഇപ്പോൾ എൻ്റെ വിഭ്രമങ്ങളെല്ലാം വിദൂതമായി. റൈറ്റ്, സോ നൗ ഐ ആം റെഡി ടു ടേക്ക് ദിസ് പൊസിഷൻ. ഇപ്പോൾ ഈ രാജ്യകർമ്മം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. സോ അങ്ങനെ അദ്ദേഹം രാജഭരണം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു, ഭഗവാന്റെ ആശ്രയം ഏറ്റെടുത്തിട്ട്. സോ ഇവിടുത്തെ മെയിൻ പോയിന്റ്സ് പറഞ്ഞാൽ വിജ്ഞാന വിദൂത വിഭ്രമ അജിതാശ്രയ, ഭഗവാന്റെ ആശ്രയം എടുക്കുക. വിജ്ഞാനത്താൽ നമ്മുടെ വിഭ്രമങ്ങൾ വിദൂതമാക്കുക. ശ്രീമദ് ഭാഗവതത്തിലൂടെ നമ്മുടെ ഈ വിഭ്രമങ്ങളെല്ലാം വിദൂതമാകാം. ഗുരുവിന്റെ ആശ്രയം എടുക്കുന്നതിലൂടെ, മറ്റ് ഭക്തന്മാരുടെ, സീനിയർ വൈഷ്ണവരുടെ ആശ്രയം എടുക്കുന്നതോടെ നമ്മുടെ ഈ വിഭ്രമങ്ങൾ വിദൂതമായി ആൻഡ് ടേക്കിംഗ് ദാറ്റ് യഥാർത്ഥ ലക്ഷണങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. റൈറ്റ്, നമ്മുടെ ഇസ്കോൺ സംസ്ഥാപനത്തിന്റെ ഉദ്ദേശം തന്നെ ടു ഡെവലപ്പ് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ്. റൈറ്റ്, കലിയുഗത്തിലെ ഈ ക്വാറലിന്റെ യുഗമായ കലിയുഗത്തിലും ബൈ ദ പെർഫെക്റ്റ് നോളജ് ആൻഡ് ബൈ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് വി ഡെവലപ്പ് ദാറ്റ് ക്വാളിറ്റീസ്. സോ നമുക്ക് എല്ലാവർക്കും അതുമാതിരി ക്വാളിറ്റീസും അതുമാതിരി ജ്ഞാനവും ഡെവലപ്പ് ചെയ്യാനും നമ്മളെല്ലാവരും അച്യുതനായ ഭഗവാന്റെ ആശ്രയത്തിൽ ഭക്തിയുത സേവനത്തിൽ മുന്നേറാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. കേട്ടോളൂ, മേ ബി ഒരു ഇത്തിരി സമയം കൂടുതലെടുത്തെന്ന് തോന്നുന്നു. സോറി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ പ്രഭു. സന്മാജീസ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഹരേ കൃഷ്ണ. ഓക്കെ, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു പ്രഭു. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഈ ബ്രഹ്മാവ് എപ്പോഴാണ് മോഹിനിമൂർത്തിയെ കണ്ട് ആകർഷിച്ചു പോകുന്നത്? ബ്രഹ്മാവല്ല, ബ്രഹ്മാവ് സ്വപുത്രിയാണ് ആകർഷണമാവുന്നത്. മഹാദേവനാണ്
അല്ല പ്രഭു പറയുന്നത് രണ്ട് ബ്രഹ്മാവ് ഉദാഹരണങ്ങൾ പറഞ്ഞു. ബ്രഹ്മാവ് സ്വന്തം പുത്രനെ ബ്രഹ്മാവ് മോഹിനിമൂർത്തിയെ ആകർഷിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. ബ്രഹ്മാവിന് ഒരു ബ്രഹ്മവിമോഹന ലീല കേട്ടിട്ടുണ്ട്. ഇല്ലില്ല, ഞാൻ ബ്രഹ്മാവ് സ്വന്തം പുത്രിയിലും മഹാദേവൻ മോഹിനിമൂർത്തിയിലും ആണ് ആകർഷിതനായി പോയി എന്ന് പറഞ്ഞത് 8ാമത്തെ സ്കന്ധത്തിൽ പറയണത്. അതെ അതെ. പിന്നെ വേറൊരു ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ ആഡ് ചെയ്തോട്ടെ പ്രഭു. ആയിക്കോട്ടെ ബ്രോ. കാരണം വെച്ചാല് മഹാഭാരതത്തില് യുധിഷ്ഠിരനെ വെച്ച് മാർക്കണ്ഡേയ മുനിയിൽ നിന്ന് ഭഗവാനിൽ നിന്നുള്ള ജ്ഞാനം കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ മാർക്കണ്ഡേയ മുനി 6 മന്വന്തരം, പിന്നെ അതേപോലെ 6ാമത്തെ മന്വന്തരത്തിലെ 7ാമത്തെ വൈവസ്വത മന്വന്തരത്തിൽ ചാക്ഷുഷ മന്വന്തരത്തിലെ മത്സ്യ അവതാരം എടുത്തിട്ടുള്ള ആ ഭാഗം ഈ മാർക്കണ്ഡേയ മുനി കണ്ടിട്ട് അത് വനവാസ കാലത്ത് മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരന്റെ അടുത്ത് വന്നിട്ട് ഭഗവാന്റെ ആ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് നൈമിത്തിക പ്രളയം വരുമ്പോ 6 മന്വന്തരം കഴിഞ്ഞു കഴിഞ്ഞാല് നൈമിത്തിക പ്രളയം വരുമ്പോ 6 എണ്ണത്തിലും ആ പ്രളയ സമയത്ത് കംപ്ലീറ്റ് പ്രളയമാണ്, എല്ലാം വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ തന്നെയാണ് ഇവിടെ ഞാനത് വിറ്റ്നസ് ആയിരുന്നു. അപ്പൊ ഭഗവാൻ ആലിലയിൽ വടവശത്ത് പത്രശായ ആലില് ഭഗവാൻ കിടക്കുന്നു, എന്നിട്ട് ഞാനത് കണ്ടതാണ് എന്നുള്ളത് ഭഗവാൻ തന്നെ മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് വനവാസ കാലത്ത് പറയുന്ന ഒരു ഭാഗം മഹാഭാരതത്തിലുണ്ട്. അങ്ങനെ യുധിഷ്ഠിരനെ ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ജസ്റ്റ് ആഡ് ചെയ്തു മാത്രമല്ലോ. വെരി നൈസ് പോയിന്റ് ബ്രോ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ് ഗുരുദേവ്. ശില പ്രഭുപാദ് കി ജയ്. ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ ബ്രോ, താങ്ക് യു ബ്രോ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ ബ്രോ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.